പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ കാൽനടക്കാർക്ക് വേണ്ടി നടപ്പാതകൾ കൃത്യമായി ക്രമീകരിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് ചൂണ്ടിക്കാണിച്ചത് സുപ്രീം കോടതി തന്നെയാണ്. പ്രത്യേകിച്ച് ഒരു നാടിൻ്റെ വികസനത്തെ അടയാളപ്പെടുത്തുന്നത് റോഡുകൾ ആണ് എങ്കിൽ ആ റോഡുകൾ എന്നത് മോട്ടോർ വാഹനങ്ങൾക്ക് മാത്രം സഞ്ചരിക്കാൻ ഉള്ള ഒന്നല്ല. അതിനപ്പുറത്ത് കാൽനട യാത്രക്കാർക്ക് കൂടി ഏറ്റവും സുരക്ഷിതമായി സുഗമമായി യാത്ര ചെയ്യാനുള്ള ഇടം ആണ് എന്ന് സുപ്രീം കോടതി തന്നെയാണ് ഓർമ്മപ്പെടുത്തിയത്. മാത്രവുമല്ല, കോടതി ഇതുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുടെ സ്വാതന്ത്ര്യലബ്ധിയുടെ സമയത്തിന് ശേഷം ഉണ്ടായിട്ടുള്ള വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് പരാമർശിച്ചു പോയി. അന്ന് കേരളത്തിൽ ഉൾപ്പെടെ നമ്മുടെ വിവിധ സംസ്ഥാനങ്ങളിൽ മോട്ടോർ വാഹനങ്ങളുടെ എണ്ണം അത്രമേൽ കുറവായിരുന്നു. ആ സമയത്ത് ഉണ്ടായിരുന്ന നടപ്പാതകളിലൂടെ, റോഡുകളിലൂടെ കാൽനട യാത്രക്കാർക്ക് ഭയമേതുമില്ലാതെ സഞ്ചരിക്കാനും സാധിച്ചിരുന്നു. ഏതാണ്ട് 80-കൾ 90-കൾ വരെ കേരളത്തിലേത് അടക്കമുള്ള പാതകൾ പരിശോധിച്ചാൽ ആ പാതകളിൽ ഒക്കെ തന്നെ ജനങ്ങൾക്ക് ഭയപ്പാടില്ലാതെ നടക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. എന്നാൽ പിന്നീട് ഏറ്റവും പ്രധാനപ്പെട്ട വികസനത്തിൻ്റെ ഭാഗമായി റോഡുകൾ മാറി എന്നുള്ളതാണ്. നിരവധി ദേശീയപാതകൾ ഉണ്ടായി, അതിന് ബൈ റോഡുകൾ ഉണ്ടായി. അതോടൊപ്പം തന്നെ വിവിധ സംസ്ഥാനങ്ങൾ, ആ സംസ്ഥാനങ്ങളുടെ കീഴിൽ വരുന്ന പാതകളുമൊക്കെ നിർമ്മിച്ചു. പക്ഷേ ഈ പാതകളൊക്കെ നിർമ്മിക്കുമ്പോൾ പോലും അവിടെ കാൽനട യാത്രക്കാർക്ക് ഒരു പരിഗണനയും നൽകി ഇല്ല എന്നുള്ളതാണ് സുപ്രീം കോടതി എടുത്തു കാണിച്ചത്. ഏതൊരു പൗരൻ്റെയും അഭിമാനത്തിൻ്റെ കൂടി പ്രശ്നമാണ് ഇത് എന്നും ഏതൊരു പൗരനും റോഡിലൂടെ അഭിമാനത്തോടു കൂടിയും സുരക്ഷിതമായും നടക്കാനുള്ള അവകാശമുണ്ട് എന്നുകൂടിയാണ് കോടതി പറഞ്ഞു വെച്ചത്. ഈ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് നമ്മൾ ഇതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുമ്പോൾ യഥാർത്ഥത്തിൽ സുപ്രീം കോടതി ഇങ്ങനെ ഒരു ഉത്തരവ് പുറപ്പെടുവിക്കുമ്പോൾ നമ്മൾ സാമൂഹികമായി സാക്ഷരതയിൽ, ജീവിത നിലവാരത്തിലൊക്കെ ഏറെ മുന്നിൽ നിൽക്കുന്നു എന്നാണ് അവകാശപ്പെടാറുള്ളത്. പലപ്പോഴും നമ്മുടെ ഭരണാധികാരികൾ കേരളം എന്നത് യൂറോപ്യൻ നിലവാരത്തിലാണ് എന്നൊക്കെയാണ് പറഞ്ഞു വെക്കുന്നത്. ആ ഒരു പശ്ചാത്തലത്തിൽ ആണ് കേരളത്തിലെ നടപ്പാതകളുടെ അവസ്ഥ ഈ നിലവാരത്തിൽ തന്നെയാണോ? കേരളത്തിലെ നടപ്പാതകളിലൂടെ സാധാരണക്കാരായ ആളുകൾക്ക് സുരക്ഷിതമായി ഭയമില്ലാതെ നടക്കാൻ പറ്റുന്ന അവസ്ഥയാണ് ഉള്ളത്. ഒപ്പം കോടതി വിധി, അതായത് കൃത്യമായി നടപ്പാതകൾ ഉണ്ടാകണം, ഈ നടപ്പാതകൾ സുരക്ഷിതമായിരിക്കണം. ഒരുപക്ഷെ മോട്ടോർ വാഹനങ്ങളെക്കാൾ കൂടുതൽ പരിഗണന റോഡുകളിൽ നൽകേണ്ടത് കാൽനട യാത്രക്കാർക്കാണ് എന്നുകൂടി നിരീക്ഷിക്കുമ്പോൾ കോടതി വിധി അനുസരിക്കാൻ നമ്മുടെ ഭരണകൂടങ്ങൾ തയ്യാറാകുന്നുണ്ടോ? അതിനപ്പുറത്ത് ഇത് ആരും ചോദ്യം ചെയ്യപ്പെടാത്ത ഒന്ന് എന്ന നിലയിൽ ഭരണകൂടങ്ങൾ കണ്ണടയ്ക്കുകയാണോ? പ്രത്യേകിച്ച് പറയേണ്ടത്, കർണാടകയിൽ 5 വയസ്സുകാരനായ ഒരു കുട്ടി റോഡിലൂടെ നടക്കുമ്പോൾ ഒരു ലോറി ഈ 5 വയസ്സുകാരനെ ഇടിക്കുകയും അങ്ങനെ 5 വയസ്സുകാരൻ മരണപ്പെടുകയും ചെയ്തു. സ്കൂളിലേക്ക് പോകുമ്പോഴായിരുന്നു ഈ കുട്ടി മരണപ്പെട്ടത്. ഈ കേസ് ആണ് സുപ്രീം കോടതിയിലെത്തിയത്. അങ്ങനെയാണ് സുപ്രീം കോടതി സുപ്രധാനമായ നിർദ്ദേശങ്ങൾ നൽകിയത്. പ്രത്യേകിച്ച് ഈ അപകടമുണ്ടായിരുന്ന സ്ഥലത്ത് ഈ കുട്ടിക്ക് സഞ്ചരിക്കാൻ ഒരിടം ആ റോട്ടിൽ ഉണ്ടായിരുന്നില്ല എന്നതുകൊണ്ടാണ് കോടതി അത്രമേൽ വലിയ വിമർശനം കൂടി ഉന്നയിച്ചത് എന്നതാണ്. ഇനി നമ്മൾ ആ വിശദാംശങ്ങളിലേക്ക് പോകുമ്പോൾ എന്താണ് സുപ്രീം കോടതി പറഞ്ഞത്? തീർച്ചയായും നമ്മുടെ ഭരണഘടന എല്ലാ പൗരന്മാർക്കും മൗലികമായ അവകാശങ്ങൾ ഉറപ്പാക്കുന്നുണ്ട്. അത്തരം മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ വരുന്ന ഒന്നാണ് റോഡുകളുടെ നടപ്പാതകൾ എന്നതാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായ പ്രധാനപ്പെട്ട നിരീക്ഷണം. നമ്മുടെ ഭരണഘടനയുടെ 19(1)(d) 21 അനുച്ഛേദങ്ങൾ ഈ കാൽനട യാത്രക്കാർക്ക് കൃത്യമായ സുരക്ഷ ഉറപ്പാക്കണമെന്നും അവരുടെ അവകാശങ്ങൾ ഉറപ്പാക്കണമെന്നും ഭരണഘടനയിൽ തന്നെ ഉറപ്പു നൽകുന്ന ഒന്ന് എന്നതാണ് കോടതി ചൂണ്ടിക്കാണിച്ചത്. മറ്റൊന്ന്, വാഹനങ്ങൾക്കാണ് സാധാരണ നമുക്കറിയാം നമ്മുടെ സിഗ്നലുകൾ, സീബ്ര ലൈനുകൾ, ഇതെല്ലാം നമുക്കറിയാം. റോഡ് മുറിച്ചു കടക്കുമ്പോൾ അടക്കം കാൽനട യാത്രക്കാർ ഏറെ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നത് നമുക്കറിയാം. ചിലയിടത്തെങ്കിലും റോഡ് ക്രോസ് ചെയ്യുന്നതിന് വേണ്ടി മേൽപ്പാലങ്ങളൊക്കെ സജ്ജീകരിച്ചിട്ടുള്ളത് നമുക്കറിയാം. എന്തു തന്നെയുമാകട്ടെ, ഒരു റോഡിൽ ഏറ്റവും കൂടുതൽ പരിഗണന ലഭിക്കേണ്ടത് മോട്ടോർ വാഹനങ്ങളെക്കാൾ കൂടുതലായി കാൽനട യാത്രക്കാർക്കാണ് എന്നതാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായ ഏറ്റവും സുപ്രധാനമായ നിരീക്ഷണം എന്നതാണ്. അതാണ് എടുത്തു പറയേണ്ടത്. അതായത് ഇതിൻ്റെ ഫുൾ ഡേറ്റ് കൂടി പ്രേക്ഷകരിലേക്ക് വരുമ്പോൾ കാൽനട യാത്രക്കാർക്ക് കൃത്യമായ പരിഗണന നൽകണം എന്നുള്ളതാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ള നിർദ്ദേശം. ഇനി ഇതാ അടുത്ത നിർദ്ദേശങ്ങളിലേക്ക് പോകുമ്പോൾ ഈ സുപ്രീം കോടതി തന്നെ മറ്റു ചില നിരീക്ഷണങ്ങൾ കൂടി നടത്തുന്നുണ്ട്. അത് സുരക്ഷിത നടപ്പാതകൾ സർക്കാരിൻ്റെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും നിയമപരമായ കടമ എന്നുകൂടിയാണ്. നമ്മളത് ഫുൾ സ്ക്രീനിൽ കൂടി പ്രേക്ഷകർക്ക് കൂടുതൽ എളുപ്പത്തിൽ മനസ്സിലാക്കുന്നതിന് വേണ്ടി നൽകുന്നതായിരിക്കും. അതായത് സുരക്ഷിതമാകുന്ന ഈ നടപ്പാതകൾ അത്
സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ്. അതായത് ദേശീയപാതകളാണ് നിർമ്മിക്കുന്നത് എങ്കിൽ ദേശീയപാതകൾ കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിക്ക് കീഴിൽ വരുന്നതാണ്. അത്തരം ദേശീയപാതകൾ നിർമ്മിക്കുമ്പോൾ ആ ദേശീയപാതകളുടെ നിർമ്മാണത്തിൽ അടക്കം കൃത്യമായി നടപ്പാതകളുടെ സുരക്ഷ ഉറപ്പാക്കേണ്ടതുണ്ട് എന്ന് കോടതി പറഞ്ഞു വയ്ക്കുന്നു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നിയമപരമായ ഉത്തരവാദിത്തം, അതാണ് ഞാൻ സൂചിപ്പിച്ചത്. അതായത് പലതരത്തിലുള്ള റോഡുകൾ നമുക്കറിയാം, ദേശീയപാതകൾ മാത്രമല്ല സംസ്ഥാനങ്ങളുടെ കീഴിൽ വരുന്ന പാതകളുണ്ട്. ആ പാതകളിലും വളരെ കൃത്യമായി നിയമപരമായും ഇത് ഉത്തരവാദിത്തമാണ് എന്ന് കോടതി ഓർമ്മിപ്പിക്കുകയാണ്. മികച്ച അടിസ്ഥാന സൗകര്യങ്ങൾ കൂടി ഒരുക്കണം. അവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഭരണകർത്താക്കൾ ശ്രദ്ധിക്കേണ്ട ഒന്ന്. നമ്മുടെ നാട്ടിൽ പലയിടത്തും നമുക്ക് ഈ പാതകൾ കാണാൻ സാധിക്കാറുണ്ട്. പക്ഷേ ആ പാതകൾ പലപ്പോഴും റോഡിന് വശത്തുള്ള ഓടകൾക്ക് മുകളിൽ സ്ലാബുകളൊക്കെ വിരിച്ചതായിരിക്കും. ആ സ്ലാബുകൾ പലപ്പോഴും പൊട്ടിയ നിലയിലായിരിക്കും. അവിടെയൊക്കെ ആളുകൾ അപകടത്തിൽപ്പെടുന്നത് നിരന്തരമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണ് എന്ന് നമുക്കറിയാം. അപ്പോൾ അത്തരം സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടരുത്. മറിച്ച് മികച്ച സൗകര്യങ്ങളോടുകൂടിയുള്ള പാതകൾ ആയിരിക്കണം, നടപ്പാതകളായിരിക്കണം നൽകേണ്ടത് എന്നതാണ് കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായ മറ്റൊരു നിരീക്ഷണം. അതേസമയം തന്നെ കേന്ദ്ര സർക്കാരും അതോടൊപ്പം തന്നെ നിയമ കമ്മീഷനും ഇതുമായി ബന്ധപ്പെട്ട് നിയമനിർമ്മാണം നടത്തണം എന്ന ഒരു നിർദ്ദേശം കൂടി സുപ്രീം കോടതി മുന്നോട്ട് വെച്ചു. അതായത് രാജ്യത്ത് നിരവധിയായ കാൽനട യാത്രക്കാർ അപകടത്തിൽപ്പെടുന്നു. അത് ഈ പാതകളുടെ അപാകതകൾ കൊണ്ടുണ്ട്. അതോടൊപ്പം തന്നെ വാഹനങ്ങൾ ഇടിച്ച് അപകടത്തിൽപ്പെടുന്ന ആളുകളുണ്ട്. അങ്ങനെയൊക്കെ നിരവധിയായ ആളുകൾ അപകടത്തിൽപ്പെടുമ്പോൾ നമുക്കറിയാം, സാധാരണ നിലയിൽ ഈ മോട്ടോർ വാഹനങ്ങൾ അപകടത്തിൽപ്പെടുമ്പോൾ അതിന് നിയമപരമായ പരിരക്ഷയും ഇൻഷുറൻസും ഒക്കെ ഉണ്ടെങ്കിൽ സാധാരണക്കാരായ ആളുകൾ ഇത്തരത്തിൽ കാൽനട യാത്ര നടത്തുന്നവർ അപകടത്തിൽപ്പെടുമ്പോൾ അവർക്ക് കൃത്യമായൊരു നിയമപരിരക്ഷ ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച കർണാടകയിലെ കുട്ടി മരണപ്പെട്ട സാഹചര്യത്തിലടക്കം വളരെ കുറഞ്ഞ ഇൻഷുറൻസ് തുകയായിരുന്നു കീഴ്ക്കോടതി വിധിച്ചത്. ആ തുക ഉയർത്തിക്കൊണ്ടുള്ള വിധി കൂടിയായിരുന്നു സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടായത്. അതുകൊണ്ട് തന്നെ ഇതിലൊരു നിയമനിർമ്മാണം വളരെ കൃത്യമായി നടത്തേണ്ടതുണ്ട് എന്ന് സുപ്രീം കോടതി നിരീക്ഷിച്ചു. ഒപ്പം ഇതാ നമ്മൾ കേരള ഹൈക്കോടതിയുടെ, അതായത് സംസ്ഥാനത്തെ ഈ പാതയോരങ്ങളിലെ പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ടും വളരെ പ്രധാനപ്പെട്ട ചില ഉത്തരവുകൾ ഇറക്കിയിട്ടുണ്ട് എന്നത് ഓർമ്മിപ്പിക്കുകയാണ്. അതിലേറ്റവും എടുത്തു പറയേണ്ടത് കാൽനട യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കേണ്ടത് സർക്കാരിൻ്റെ ഉത്തരവാദിത്തം ആണ് എന്ന് ഹൈക്കോടതി തന്നെ പല ആവർത്തി വ്യക്തമാക്കിയിട്ടുണ്ട് എന്നതാണ്. കയ്യേറ്റങ്ങൾക്കെതിരെ കർശനമായ നിലപാടെടുക്കണം എന്നുള്ളതാണ്. പലപ്പോഴും നമ്മുടെ റോഡുകളുടെ ഇരുഭാഗങ്ങളിലുമുള്ള നടപ്പാതകൾ പലതരത്തിലുള്ള കയ്യേറ്റങ്ങൾക്ക് വഴിവെക്കുന്നു എന്നുള്ളതാണ്. അതിലധികവും ഈ ചെറുകിട വ്യാപാര സ്ഥാപനങ്ങളാണ്. പെട്ടിക്കടകൾ, തട്ടുകടകൾ എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന കടകൾ. അവർക്ക് അത്തരം പ്രവൃത്തികൾ ചെയ്യുന്നതിൽ ഒന്നും ആരും എതിർപ്പില്ല. പക്ഷേ ഇത് റോഡ് കയ്യേറിയോ നടപ്പാത കയ്യേറിയോ ആണ് ചെയ്യുന്നത്. പല ടൗണുകളിലേക്കും ചെന്നാൽ അവിടുത്തെ വ്യാപാര സ്ഥാപനങ്ങളുടെ മുന്നറിയിപ്പ് ബോർഡുകൾ, അതോടൊപ്പം തന്നെ ഫ്ലെക്സുകൾ, ഇതെല്ലാം റോഡിൽ ആണ് നമ്മൾ കാണാറുള്ളത്. പല പൊളിറ്റിക്കൽ പാർട്ടികളും ഇത്തരത്തിൽ ഈ പാതകൾ കയ്യേറി അവരുടെ കൊടിമരങ്ങൾ നിർമ്മിക്കുന്നത് കാണാറുണ്ട്. അവരുടെ ഫ്ലെക്സുകളൊക്കെ യാത്രക്കാർക്ക് നടക്കാൻ പറ്റാത്ത തരത്തിൽ വെക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. കോടതി തന്നെ ഈ ഫ്ലെക്സുകളുമായി ബന്ധപ്പെട്ടും വളരെ നിർണായകമായ ഉത്തരവ് ഇറക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അനധികൃതമായ, അതായത് നടപ്പാതകൾ കൈയടക്കിയിട്ടുള്ള ഏതൊരു നിർമ്മാണവും അനുവദിക്കാൻ പറ്റില്ല എന്നത് കേരള ഹൈക്കോടതി തന്നെ നേരത്തെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. കേരള ഹൈക്കോടതി പറയുന്നത് താൽക്കാലികമായ നിർമ്മിതികളോ സ്ഥിരമായ നിർമ്മാണങ്ങളോ നടപ്പാതകളിൽ പാടില്ല എന്ന് തന്നെയാണ്. ഒപ്പം സമരങ്ങൾക്ക്, പൊതുപരിപാടികൾക്ക് നടപ്പാതകൾ ഉപയോഗിക്കരുത്. വളരെ കൗതുകകരമാകുന്ന കാര്യം, കേരളത്തിലടക്കം പലപ്പോഴും ഈ നടപ്പാതകൾ കയ്യേറി അവിടെ സമരപന്തൽ ഒക്കെ കെട്ടുന്നത് കാണാൻ സാധിക്കും. തിരുവനന്തപുരത്ത് ഭരണസിരാ കേന്ദ്രമായിട്ടുള്ള നമ്മുടെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ പോലും നമ്മൾ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിലേക്ക് എത്തുമ്പോൾ അവിടെ നടപ്പാതകൾ കയ്യേറിക്കൊണ്ട് സമരങ്ങൾ നടത്തുന്നു. അത് ദിവസങ്ങളായി നടത്തുന്ന സമരങ്ങളൊക്കെ കാണാറുണ്ട്. അതിൽ ചിലതിനെയൊക്കെ ഈ ഹൈക്കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ ഒഴിപ്പിക്കേണ്ടതായി വന്നിട്ടുണ്ട്. എങ്കിലും ഇപ്പോഴും പലയിടങ്ങളിലും രാഷ്ട്രീയ പാർട്ടികൾ ഉൾപ്പെടെ ഈ പ്രവൃത്തികൾ തുടരുന്നു എന്നുള്ളതാണ്. സമരം, പ്രകടനം, മറ്റു പരിപാടികൾ ഇവയൊന്നും ഈ നടപ്പാതകളിൽ പാടില്ല എന്ന് കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ സമരത്തിൻ്റെയും പ്രതിഷേധത്തിൻ്റെയും ഒക്കെ ഭാഗമായി പലയിടത്തും പന്തലുകൾ കെട്ടി കൊടിതോരണങ്ങൾ ഉൾപ്പെടെ സ്ഥാപിച്ചുകൊണ്ടാണ് പ്രതിഷേധങ്ങൾ നടത്താറുള്ളത്. അത്തരം പ്രവൃത്തികൾ ഒന്നും നടത്താൻ പാടില്ല എന്ന് തന്നെയാണ് കേരള ഹൈക്കോടതി വ്യക്തമാക്കിയിട്ടുള്ളത്. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ്, അതായത് നിലവിൽ രാഷ്ട്രീയ സംഘടനകൾ ഒന്നും തന്നെ ഇത്തരം
ഗൗരവമേറിയ വിധി പ്രസ്താവങ്ങളെ കണ്ടില്ല എന്ന് നടിക്കുന്ന സാഹചര്യം ആണ് ഉള്ളത്. നമ്മുടെ ഭരണകൂടങ്ങളും പലപ്പോഴും അതുപോലെയുള്ള സമീപനം ആണ് പുലർത്തുന്നത്. പ്രത്യേകിച്ച് ഈ ജനകീയ കൂട്ടായ്മകൾ നമുക്കറിയാം, പലപ്പോഴും പ്രതിഷേധങ്ങൾ ഉയരുന്നത് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളുടെയോ യുവജന സംഘടനകളുടെയോ ഒക്കെ നേതൃത്വത്തിലാണ്. എന്നാൽ എല്ലാവരുടെയും അവകാശങ്ങൾ ഹനിക്കുന്ന ഇത്തരം പ്രവൃത്തികൾ ഉണ്ടാകുമ്പോൾ അതിലൊരു ജനകീയ കൂട്ടായ്മ രൂപപ്പെടാറില്ല, പ്രതിഷേധങ്ങൾ ഉണ്ടാകാറില്ല. അതുകൊണ്ട് തന്നെ രാജ്യത്തെ പരമോന്നത കോടതി വളരെ പ്രധാനപ്പെട്ട ഉത്തരവ് പുറത്തിറക്കിയെങ്കിലും അതൊന്നും പാലിക്കപ്പെടുന്നില്ല നമ്മുടെ കേരളത്തിലും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.